ഈ ഒരു സീസണിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ISL കിരീടം നേടും എന്ന് ആർക്കെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതെല്ലാം മാറ്റിവെക്കുക. കാരണം ഈ സീസണിൽ നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. പക്ഷെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് റെലഗേറ്റ് ആവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരത്തെ കുറിച്ചാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 20 മിനിറ്റും പിന്നെ അവസാനത്തെ 10 മിനിറ്റും ഇതാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ച ഒരു ടോട്ടൽ സമയം. ബാക്കിയുള്ള കളിയുടെ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു നിൽക്കുന്ന മാതിരിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഉണ്ടായിരുന്നത്. അതായത് ബാക്കിൽ അത്രയും സ്ലോ ബിൽഡപ്പ് ഇരുന്ന് പിന്നെ ഒരുപാട് നമ്മൾ കഴിഞ്ഞ ഒരു മോഹൻ ബഗാനായിട്ട് പറഞ്ഞ മാതിരി ഒരുപാട് മിസ് പാസുകൾ. പക്ഷെ എന്നാലും ആദ്യത്തെ ഒരു 20 മിനിറ്റ് അവസാനത്തെ ഒരു 10 മിനിറ്റ് ബ്ലാസ്റ്റേഴ്സ് കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈതാനത്ത് വന്നിട്ടാണ് കൊച്ചിയിൽ വന്നിട്ടാണ് ഇത്തരത്തിലുള്ള കളി പെർഫോം ചെയ്യണമെന്നും പാടി ഓർമ്മിക്കാം. പിന്നെ ഒരു മാച്ചിൽ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ ഗോൾ കീപ്പർ അർച്ചന്റെ ഒരു പെനാൽറ്റി സേവ് ആണ്. കാരണം ആ ഒരു സേവ് വന്നപ്പോഴാണ് നമുക്ക് ഒരു ഊർജ്ജം കിട്ടിയത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നത്. ആ ഒരു സമയത്ത് തന്നെ ഒരുപക്ഷെ ഒരു ഗോൾ വന്നിട്ടുണ്ടെങ്കിൽ മുംബൈ സിറ്റിക്ക് ഒരു മത്സരം മൊത്തത്തിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയാണ്. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഈ ഒരു സീസണിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആ ടേബിളിന്റെ ഒരു 8ാം സ്ഥാനത്തേക്ക് മുകളിലേക്ക് കയറില്ല. ആകെ 14 ടീമാണല്ലോ, അതിൽ 8ന് മുകളിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും വരില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ ഈ ടീമല്ല ഒരു പുതിയ ടീമാ. മൊത്തത്തിൽ ആകെപ്പാട് കുറെ പുതിയ പ്ലേയേഴ്സ് വന്ന ടീമാ. അതിൽ ഇതിനു മുമ്പ് നമ്മളെ ഐമന്, അസർ, നോഹ, ലൂണ തുടങ്ങിയ ഒരുപാട് ആ ടീമില് സ്ഥിരമായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ 1 2 അല്ലെങ്കിൽ 3 ഫോറിൻ പ്ലേയേഴ്സ് വന്നാലും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്ലേയേഴ്സ് പുതിയ ടീമിലേക്ക് വന്നാലും അവിടെ അതൊരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ കാര്യം അങ്ങനല്ല. നമ്മുടെ അറ്റാക്കിങ്ങിലും മിഡ്ഫീൽഡിലൊക്കെ എടുത്തൊക്കെ ഒക്കെ പുതിയ പ്ലേയേഴ്സാണ്. ഇവര് തമ്മിൽ ഒരു കെമിസ്ട്രി വർക്ക് ആവണമെങ്കിൽ തന്നെ ടൈം എടുക്കും. അപ്പൊ ഈ ഒരു സീസണിൽ കാര്യമായിട്ട് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിന്റെ കയ്യിൽ ഒന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്ന അറിയൂല ഈ സീസണിൽ. സത്യം പറഞ്ഞ ഒരു പ്രതീക്ഷ തരുന്ന ഒരു താര ടീമിലുണ്ടോ? പിന്നെ നിങ്ങളൊക്കെ പറയാം ഒരു കെവിൻ യോക്കിനേക്കാളും ആ ഒരു 30 നമ്പറാ തോന്നാതെ ജേഴ്സി നമ്പർ. പക്ഷെ പുള്ളിക്കാരൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ആവറേജ് പ്ലെയർ ആണ്. കാരണം പുള്ളിക്കാരൻ വിങ്ങില് എന്തൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടാക്കാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരനെ കൊണ്ട് ടീമിന് പലപ്പോഴും ഒരു ഈ ഒരു മത്സരത്തെ ഗുണം കിട്ടിയിട്ടില്ല. പിന്നെ അത് ലാസ്റ്റ് ടീമിൽ ഒരു ക്രോസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, അതിൽ നിന്ന് നല്ലൊരു ഹെഡർ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുറത്തുപോയി. ബട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാല് പുള്ളിക്കാരെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ ചെയ്യണ്ടേ? എനിക്ക് ഇന്നത്തെ കളിയിൽ നമ്മളെ മോഹൻ ബഗാനത്തിന്റെ കളിയിൽ ആകെ കളിച്ചത് കെവിൻ യോക്കാണ്. ഓക്കെ, പക്ഷെ ഇന്നത്തെ കളിയിൽ എനിക്ക് തോന്നുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് പുള്ളിക്കാരന്റെ പെർഫോമൻസ്. പിന്നെ അതുപോലെ തന്നെ ഡിഫൻസിലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് വരുന്നുണ്ട്. പിന്നെ ആ ഒരു കളിയിൽ മികച്ചതായിട്ട് തോന്നിയത് നമ്മളെ ഒമർബ കഴിഞ്ഞ കളിയിലും എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരും ഇട്ടത്. ഇന്നത്തെ കളിയിലും ആളെ ഭാഗത്തുനിന്നുള്ള ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ആള് നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒമർബയാണ് സത്യം പറഞ്ഞ ഈ സീസണിൽ ട്രാൻസ്ഫറിൽ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരും പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു CF ജേഴ്സി നമ്പർ 7 പുള്ളിക്കാരനായിരുന്നു സെറ്റ് പീസ് കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. പുള്ളിക്കാരെ കാണുമ്പോൾ നമുക്കൊരു CR7 വൈബാണ്. പക്ഷെ CR7 ആറ്റിറ്റ്യൂഡ് ഇട്ടത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ പിച്ചില് റിസൾട്ട് ഉണ്ടാക്കുമോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എന്നാലും ആ ഒരു സെറ്റ് പീസ് അത്യാവശ്യം കുഴപ്പമില്ല. പുള്ളിക്കാരുടെ ഫേക്ക് അതുപോലെ തന്നെ ആ ലാസ്റ്റ് ടീമിൽ ഒരു ഹെഡർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ വേറെ സത്യം പറഞ്ഞുതരാം. ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലേയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാര് സാലറി കൂട്ടി ചോദിക്കും. അപ്പൊ നമ്മുടെ മാനേജ്മെന്റ് എന്ത് പറയും? സാലറി തരാൻ പറ്റൂലെന്ന് പറയും. അപ്പൊ വേറെ ISL നമ്മളിപ്പോ മോഹൻ ബഗാൻ, ഗോവ, മുംബൈ തുടങ്ങിയ ക്ലബ്ബുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ട് തന്നെ ഈ പ്ലേയേഴ്സിനെ പൊക്കിക്കൊണ്ടുപോകും. ഓക്കെ, നമ്മള് ഈ ഒരു ബ്ലാസ്റ്റേഴ്സിലെ അധികം പ്രശ്നം അതാണ്. സഹലിന്റെ കാര്യം അതാണ്. നമ്മുടെ പെരാഡേഴ്സ്, അതുപോലെ തന്നെ ഡയമണ്ടാഗോസ്, ഇങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ്. ഇത് എന്താന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാതെ ഈ ഒരു മാനേജ്മെന്റ് മാറാതെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു മാനേജ്മെന്റ് മാറാതെ. കാരണം അത്രയും ഷോകാണ് സത്യം പറഞ്ഞ മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റ് ഉള്ള ഒരു അഡിക്റ്ററാണ്. മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യുന്ന ഡിസിഷൻസിന്റെ മേലെയാണ് ബാക്കിയുള്ള കോച്ചും പ്ലേയേഴ്സും സ്റ്റാഫും മെഡിക്കലും എല്ലാ സംഭവങ്ങളും ഉണ്ടാവണേ. അപ്പൊ ഒരു മാനേജ്മെന്റ് മോശമായ പിന്നെ ടീം കഴിഞ്ഞു. മാനേജ്മെന്റിന്റെ ഈ ടീം കപ്പടിച്ചണമെന്നോ അല്ലെങ്കിൽ ഈ ടീമിനെ കൊണ്ട് ISL ഒരു ടോപ്പ് പൊസിഷനിൽ എത്തണമെന്നോ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചാൻഡ് ചെയ്യണതിനും നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യണതിനും കാര്യമില്ല. അതാണ് സത്യം പറഞ്ഞപ്പോ തോന്നുന്ന കാര്യം. ഈ ഒരു മാനേജ്മെന്റ് മാറാതെ സത്യം പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോ മാനേജ്മെന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേയേഴ്സിനെ പറ്റി പറയാം, എന്തും പറയാം. പക്ഷെ ഞാൻ ഉദാഹരണം വെച്ച് പറയാം. നമ്മളിപ്പോ ഒരു കോളേജ് എടുക്കാമെങ്കിൽ ആ ഒരു കോളേജിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന മാനേജ്മെന്റ് ആണ്. ഓക്കെ, അവിടുത്തെ കുട്ടികളാണ് ശരിക്കും പ്ലേയേഴ്സ്. അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചർ അല്ലെങ്കിൽ മാഷാണ് അവിടുത്തെ കോച്ചസ്. അവർക്ക് ഈ മാനേജ്മെന്റിന്റെ മേലെ ഒരു അധികാരമില്ല. അപ്പോ പറയാൻ എന്താ വെച്ചാല് ഈ സീസൺ സത്യം പറഞ്ഞ ഒരു ശോകം അവസ്ഥയ്ക്കല്ല. അല്ലെങ്കിൽ തന്നെ ISL മൊത്തത്തിൽ ശോകാണ്. പിന്നെ എന്താ വെച്ചാൽ ISL ഇത്രയും വൈകി. അതുപോലെ തന്നെ നമ്മുടെ പ്ലേയേഴ്സ് ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഈ ടീം ഇട്ട് പോയി. അപ്പോ
മൊത്തത്തില് ശോകാണ്. പിന്നെന്താ വെച്ചാല് നമ്മൾ ഈ പണ്ട് മുതൽ തന്നെ ISL തുടങ്ങിയ മുതൽ തന്നെ ഈ ഒരു ടീമിനെ കണ്ട് എന്താണ് നമുക്കൊരു ഇഷ്ടമുണ്ട്, ടീമിനോടുള്ള ഇഷ്ടമുണ്ട്. അതാണ് നമ്മൾ ഇപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ISL കളി കാണാൻ നമ്മളെന്താണ് അറ്റ്ലീസ്റ്റ് ബ്ലാസ്റ്റേഴ്സിന്റെ കളിയെങ്കിലും കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ആ ടീമിനോടുള്ള ഇഷ്ടം. ബാക്കിയൊക്കെ കണക്കാണ് സത്യം പറഞ്ഞത് എന്റെ ഒരു അഭിപ്രായത്തില്. അപ്പൊ ഇന്നത്തെ കളി ഫസ്റ്റ് കളിയെ വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കോച്ച് പറഞ്ഞ മാതിരി തന്നെ ഞാനിവിടെ നിൽക്കുന്നത് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കിരീടം നേടിത്തരുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതായത് ടീം ഇമ്പ്രൂവ് ആവാണ്ട് അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ നമ്മുടെ പ്ലേ ഓഫ് കാര്യങ്ങളും ഇല്ലാന്നാ കേട്ടെ. അതായത് ഡയറക്റ്റ് ആയിട്ട് ലീഗ് എടുക്കുന്ന ആർക്കാണ് അവർക്ക് ട്രോഫി. ആ ഒരു രീതിയിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് പ്ലേ ഓഫിനടക്കം എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രതീക്ഷയില്ല. എന്നാലും ഒരു പ്ലേ ഓഫിലെങ്കിലും കടക്കുന്നു ചോദിക്കും, ഇപ്രാവശ്യം പ്ലേ ഓഫും ഇല്ല. അപ്പൊ സത്യം മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മാച്ച് എന്താ പറയാ മുംബൈനെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ച. കാരണം അവരുടെ കയ്യിൽ തന്നെ ഇരുന്ന് പന്ത്. പിന്നെ ആദ്യത്തെ ഒരു 10-30 മിനിറ്റൊക്കെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് മിസ്പാസുള്ള പ്ലേയേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഭയങ്കര അരോചകം. പിന്നെ വേണ്ടാത്ത സ്വിച്ച് ഓവർ കാര്യങ്ങള്. കാരണം എന്തിനാണ് സ്വിച്ച് ഓവറൊക്കെ നടത്തുന്നത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ടീമിലൊരു എന്താ പറയാ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഷോർട്ട് പാസ് കളിക്കലൊക്കെ ഏറ്റവും നല്ലത്. പക്ഷെ എന്നാലും വെറുതെ കുറെ മിസ്പാസ്. അത് നമ്മുടെ ഈ ബ്ലാസ്റ്റേഴ്സിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അടക്കം അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര അരോചകമായ അവസ്ഥയാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിന് 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരു ബിഗ് താങ്ക്സ് അറിയിക്കാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.